ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വാനില ലവേഴ്സിനും ചോക്ലേറ്റ് ലവേഴ്സിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കായിട്ടാണ് ഒപ്പേര കേക്ക്. വാനില, ചോക്ലേറ്റ്, കോഫി ഇതിന് മൂന്നിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് ഈ കേക്ക്. ഒപ്പേര കേക്കെന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കേക്കാണെന്ന്. അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള കേക്ക് ഇവിടെ ചിലവാവില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഞങ്ങളുടേതായ രീതിയിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കേക്കിൻ്റെ ബേസായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് വാനില സ്പഞ്ച് തന്നെയാണ്. സിറപ്പായിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, കണ്ടൻസ്ഡ് മിൽക്ക്, ഷുഗർ, ഇത് മൂന്നും കൂടിയിട്ടുള്ള മിക്സ് ആയിരുന്നു. കേക്ക് നന്നായി വെറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്രീം കൊടുക്കുക. ക്രീമിൽ നമ്മൾ ഓൾറെഡി കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രീമിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ചേർക്കുന്നുണ്ട്. നല്ല കട്ടിയിൽ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. ലൂസായി പോകരുത്, ലൂസായി പോയാൽ കട്ടി കുറയും. നല്ല തിക്കായിട്ട് തന്നെ നമ്മളതൊരു ലെയർ പോലെ തന്നെ നമ്മളത് ചേർക്കണം. കേക്ക് നമ്മൾ 4 സൈഡും മുറിച്ചിട്ടാണ് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ സൈഡുകളെല്ലാം ഓപ്പൺ ആയിരിക്കും. സൈഡ് നമ്മൾ ക്രീം കൊണ്ട് കവർ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഈ ലെയറുകൾ കൃത്യമായിട്ട് നമുക്ക് കാണണം. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ചോക്ലേറ്റ് ഗനാഷ് നല്ല കട്ടിയിൽ തന്നെ ചേർക്കണം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നട്ട്സ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനവിടെ ബദാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 3 ലെയറും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 3 ലെയറിലും നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിലും കട്ടിയിൽ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് വരെ ഇഷ്ടപ്പെട്ടു പോകും ഈ കേക്ക് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. അടിപൊളി കേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. നമ്മുടെ വർക്കുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അതുമാതിരി അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.